ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അസൈൻമെന്റ് തന്നായിരുന്നു. അതായത് രണ്ട് നമ്പർ റീഡ് ചെയ്യുക, ഒന്ന് ഇൻറ്റിജറും ഒന്ന് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിരിക്കണം, അത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് രണ്ട് നമ്പർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, ഒന്ന് ഇൻറ്റിജർ ആയിട്ടും ഒന്ന് ഫ്ലോട്ടിംഗ് ആയിട്ട്. നമ്പർ 1 എന്ന് പറയുന്നത് നം1 എന്ന് പറയുന്നത് ഇൻറ്റിജർ, നം2 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ്. അതിനുവേണ്ടി ഞാൻ അടുത്ത രണ്ട് സ്റ്റെപ്പ് എന്തിനാണ് ഇട്ടിരിക്കുന്നത്, ഒന്ന് എൻ്റർ ദി ഇൻറ്റീജർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പം ഞാനൊരു നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അത് എങ്ങോട്ടേക്ക് വരും, നമ്പർ 1ലേക്ക് നം1ലേക്ക് വരും. അതിനുവേണ്ടി ഞാൻ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്, %d ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്, നം1 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ഡേറ്റയാണ്. ദെൻ ഞാനൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റീഡ് ചെയ്യുന്നു. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയതുകൊണ്ടാണ് %f ഇവിടെ സ്കാൻഎഫിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അത് രണ്ട് നമ്പർ ഞാൻ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഞാൻ ഇൻറ്റീജർ നമ്പർ എന്ന് പറയുന്നത് 10 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇൻറ്റീജർ നമ്പർ എന്ന് പറയുന്നത് 10 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറും 10 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമുക്കൊന്നും കൂടെ റൺ ചെയ്യാം. 10ഉം 10.23 എന്നും പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് നം1 കഴിഞ്ഞിട്ട് നം2 അതിൻ്റെ കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്, കണ്ടോ. പക്ഷേ ഞാനിവിടെ പ്രിന്റ്എഫ് രണ്ട് ലൈനിനകത്താണ് കൊടുത്തിരിക്കുന്നത്, എങ്കിൽ പോലും എനിക്ക് ഒറ്റ ലൈനിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. എനിക്ക് രണ്ട് ലൈനിൽ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എസ്കേപ്പ് സീക്വൻസ് യൂസ് ചെയ്യേണ്ടി വരും. എസ്കേപ്പ് സീക്വൻസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് /n എന്ന് പറയുന്നത് ഒരു എസ്കേപ്പ് സീക്വൻസ് ആണ്. എസ്കേപ്പ് സീക്വൻസ് /n എന്ന് പറയുന്നതിന്റെ മീനിങ് ന്യൂ ലൈനിൽ പ്രിന്റ് ചെയ്യുക, ഒരു പുതിയൊരു ലൈൻ ഉണ്ടാക്കുകയും അവിടെ പ്രിന്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് /n കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്പർ 1 ഈക്വൽ ടു ആ നമ്പർ എഴുതിയതിനു ശേഷം തൊട്ട് അടുത്ത ലൈനിലേക്ക് വരണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, /n എഴുതുന്നു. അപ്പോൾ /n എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സെയിം ഇൻപുട്ട് വെച്ച് തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെയിം ഇൻപുട്ട്, അതായത് 10ഉം 10.23 വെച്ച് തന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 10.23 കണ്ടോ, രണ്ട് ലൈനിലായിട്ട് വന്നു. ഇനി എനിക്ക് ഒരേ സെയിം ലൈനിൽ തന്നെ വരണം. പക്ഷേ എനിക്ക് എന്താണ് വേണ്ടത്, ഒരു സ്പേസ് ഇട്ട്, ഒരു ടാബ് ഇട്ട് വേണം. ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം രണ്ടാമത്തെ നമ്പർ വരണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് /t ആണ്. /t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്, ടാബ് എന്നാണ് മീനിങ്. ഹൊറിസോണ്ടൽ ടാബ്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ടാബ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് നോക്കാം. സെയിം എക്സാമ്പിൾ ഞാനൊന്ന് /t വെച്ച് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. /n പകരം ഞാൻ എന്തിട്ടു, /t ഇട്ടു. അപ്പോൾ എന്താണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. 10.23 കണ്ടോ, നം1 സെയിം ലൈനിൽ തന്നെ വന്നു, ഒരു സ്പേസ് ഇട്ടതിന് ശേഷമാണ് നം2 ഡിസ്പ്ലേ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് സ്പേസ് വേണമെങ്കിൽ /t ഉപയോഗിക്കുക. ന്യൂ ലൈനിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ടാബ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു 2-3 എക്സസൈസും കൂടെ നമുക്ക് ചെയ്യാം. ഹലോ വേൾഡ്, എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ഹലോ /വേൾഡ് എന്ന് പറഞ്ഞ് എനിക്ക് പ്രിന്റ് ചെയ്യണം. /വേൾഡ് എന്ന് പറഞ്ഞ് എനിക്ക് പ്രിന്റ് ചെയ്യണം. അപ്പം ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഞാൻ / എന്ന് ഇടും. ഓക്കെ, /എന്ന് വെറും / ഇടുന്നു. ഞാനൊന്ന് റൺ ചെയ്യുന്നു. അപ്പോൾ ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് hello.c ആണ്. GCC hello.c. അപ്പോൾ അവിടെ ഒരു വാർണിംഗ് എനിക്ക് തരുന്നു, ഒരു അൺനോൺ എസ്കേപ്പ് സീക്വൻസ് ആണെന്ന് പറഞ്ഞുള്ളൊരു വാർണിംഗ് തരുന്നു. ഞാൻ വാർണിംഗ് അല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ റൺ ചെയ്യുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് hello/വേൾഡ് എന്നാണ്. പക്ഷെ ഹലോ വേൾഡ് എന്ന് മാത്രമേ വരുന്നുള്ളൂ. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ / നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, എസ്കേപ്പ് സീക്വൻസിന് വേണ്ടിയാണ്. എസ്കേപ്പ് സീക്വൻസ് കാണിക്കാൻ വേണ്ടിയാണ് / യൂസ് ചെയ്യുന്നത്. /n /t /v /b എന്നൊക്കെ പറഞ്ഞ് കുറെ എന്തുണ്ട്,
എസ്കേപ്പ് സീക്വൻസസ് ഉണ്ട്. അപ്പോൾ ഈ /b എന്ന് പറയുന്ന റെക്ടാങ്കിൾ ആണ്, ബാക്ക് സ്പേസിനാണ് /b എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതേപോലെ എസ്കേപ്പ് സീക്വൻസ് ഉണ്ട്. അപ്പോൾ സ്ലാഷ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് ഒരു എസ്കേപ്പ് സീക്വൻസിന് വേണ്ടിയാണ്. അപ്പോൾ കമ്പൈലർ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? എന്തോ ഒരു വേർഡ്, അതായത് സ്ലാഷ് കഴിഞ്ഞിട്ട് n ആണോ b ആണോ എന്നൊക്കെ ഉള്ള ഒരു വേർഡ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? അതാണ് നമുക്ക് ഒരു വാർണിംഗ് തന്നത്, എസ്കേപ്പ് അൺനോൺ ആയിട്ടുള്ള ഒരു എസ്കേപ്പ് സീക്വൻസ് ആണ് എന്നുള്ളൊരു വാർണിംഗ് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ലാഷ് പ്രിന്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പുട്ട് // 2 സ്ലാഷ് ഇട്ടാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് സ്ലാഷ് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സ്ലാഷ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എന്തോ ഒരു എസ്കേപ്പ് സീക്വൻസ് ഞാൻ എഴുതാൻ പോകുന്നതാണ്. അപ്പോൾ സ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഞാൻ സ്ലാഷ് പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ലാഷ് കാണാൻ പറ്റും, hello/world. ഓക്കെ, നൗ എനിക്ക് വേൾഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ കോട്ടിനകത്ത് ഇടണം. അതും എങ്ങനെയാണ് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ /സിംഗിൾ കോട്ട് ഇട്ടാൽ മാത്രമേ സിംഗിൾ കോട്ട് വരത്തുള്ളൂ. സിംഗിൾ കോട്ട് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? /സിംഗിൾ കോട്ട് ഇടണം. അതേപോലെ ഹലോയ്ക്ക് എനിക്ക് ഡബിൾ കോട്ട്സിനകത്ത് വരണം എങ്കിൽ അതിനകത്തും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് /ഡബിൾ കോട്ട്സ് എന്നിട്ടാൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? ഡബിൾ കോട്ട്സും വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? സ്ലാഷ് എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ഉപയോഗിക്കണം? ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് // ഉപയോഗിക്കണം. സിമിലർലി എനിക്ക് ഡബിൾ കോട്ട് വേണമെങ്കിൽ എനിക്ക് എങ്ങനെ പറയണം? എനിക്ക് /ഡബിൾ കോട്ട് എന്ന് പറയണം. സിമിലർലി സിംഗിൾ കോട്ട് വേണമെങ്കിൽ എനിക്ക് എന്ത് പറയണം? എനിക്ക് /സിംഗിൾ കോട്ട് എന്ന് പറഞ്ഞു വേണം ഞാൻ എഴുതാൻ. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കാം. a.exe. അപ്പോൾ ഹലോ ഡബിൾ കോട്ട്സിനകത്ത് വരണം, സിംഗിൾ കോട്ടിനകത്ത് വേൾഡ് വരണം. കണ്ടോ? ഡബിൾ കോട്ടിനകത്ത് വേർഡ് ഹലോ വന്നു, സിംഗിൾ കോട്ടിനകത്ത് വേൾഡ് വന്നു. നൗ വി ആർ ഗോയിങ് ടു നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം, അടുത്ത അൽഗോരിതത്തിലേക്ക് പോവാം. അടുത്ത അൽഗോരിതം എന്ന് പറയുന്നത് പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻ നമുക്ക് നോക്കാം. അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആദ്യം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഫസ്റ്റ് വൺ പ്ലസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അഡീഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, അഡീഷൻ. രണ്ടാമത്തത് മൈനസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, സബ്ട്രാക്ഷന് വേണ്ടിയാണ്. ദെൻ മൂന്നാമത്തത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഇൻറ്റു എന്ന് പറഞ്ഞ് ഇടരുത്. ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ, എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആസ്ട്രിക് ഓപ്പറേറ്റർ ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷൻ. സിമിലർലി അടുത്തത് സ്ലാഷ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഡിവിഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബൈ യൂസ് ചെയ്യരുത്, ഡിവിഷന് വേണ്ടി സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്. 5 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മോഡുലോ ഓപ്പറേഷൻ ആണ്. അപ്പോൾ എന്താണ് മോഡുലോ ഓപ്പറേഷൻ എന്ന് പഠിക്കാം. മോഡുലോ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം 16 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത്, കോഷ്യന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 5 ആണ്, റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 3 എന്ന് ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ 5 എന്നായിരിക്കും വരുന്നത്. 16 മോഡ് 3 എന്ന് പറയുന്നത് എനിക്ക് എന്ത് തരും? റിമൈൻഡർ തരും. ഓക്കെ, 16 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായിരിക്കും തരുന്നത്? 5 ആയിരിക്കും തരുന്നത്. 16 മോഡ് 3 എന്ന് പറയുമ്പോൾ എനിക്ക് 1 വരും. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്,
എന്തുകൊണ്ട് എനിക്ക് 16 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 5.3333 എന്ന് പറഞ്ഞു വരുന്നില്ല? അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്, 3 എന്ന് പറയുന്നതും ഒരു ഇൻറ്റീജർ ആണ്. രണ്ട് ഇൻറ്റീജർ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തേ വരത്തുള്ളൂ? എനിക്ക് ഒരു ഇൻറ്റീജർ മാത്രമേ റിട്ടേൺ ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് ഇൻറ്റീജർ ഡിവൈഡഡ് ബൈ ആൻ ഇൻറ്റീജർ വിൽ ഗിവ് യു ആൻ ഇൻറ്റ്. റിസൾട്ട് ഇൻറ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് 5.33 എന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഐദർ 16 അല്ലെങ്കിൽ 3നെ ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് മാറ്റുക. എങ്ങനെ മാറ്റാൻ പറ്റും? 16 ഡിവൈഡഡ് ബൈ 3.0 എന്ന് എഴുതുക. അല്ല എന്നുണ്ടെങ്കിൽ 16.0 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ ഞാൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ കിട്ടും. 5.33 എന്ന് പറഞ്ഞ ആൻസർ ആയിരിക്കും, 3333 എന്ന് പറഞ്ഞ ആൻസർ ആയിരിക്കും കിട്ടും. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ? 5 മാത്രമേ കിട്ടത്തുള്ളൂ. 16 ഡിവൈഡഡ് ബൈ 3.0 അല്ലെങ്കിൽ 16.0 ഡിവൈഡഡ് ബൈ 3 അല്ലെങ്കിൽ 16.3 ഡിവൈഡഡ് ബൈ 3.3 ഒക്കെ കിട്ടുമ്പോൾ മാത്രമേ എനിക്ക് ഈ ഒരു വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ റിമൈൻഡർ എന്താണ്? റിമൈൻഡർ ആണ് എനിക്ക് മോഡുലോ വച്ച് കിട്ടുന്നത്. 16 മോഡ് 3 എന്ന് പറയുമ്പോൾ 16 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നു? അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? മോഡുലോ ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റേഴ്സിനെ എല്ലാം ഞാൻ ബൈനറി ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത്. ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് ഇറ്റ് റിക്വയർസ് 2 ഓപ്പറാൻഡ്സ്. 2 ഓപ്പറാൻഡ്സ് വേണം. ഞാനിപ്പോൾ പ്ലസ് ചെയ്യണമെങ്കിൽ a പ്ലസ് ബി എന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ a ഇൻറ്റു ബി ചെയ്യണം. അതേപോലെ ഡിവിഷൻ ചെയ്യണമെങ്കിൽ a ഡിവൈഡഡ് ബൈ ബി ചെയ്യണം. അപ്പം 2 പേര് വേണം, എയും ബിയും വേണം. ആ എയിനെയും ബിയിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പറാൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ബൈനറി ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനകത്ത് നമ്മൾ എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ? നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിലെ ബൈനറി ഓപ്പറേറ്റേഴ്സ് മാത്രമേ നോക്കുന്നുള്ളൂ, അരിത്തമെറ്റിക്. അപ്പം നമുക്ക് അൽഗോരിതത്തിലേക്ക് പോവാം, സീഡോ കോഡിലേക്ക് പോവാം. സീഡോ കോഡ് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാനെല്ലാം, അതായത് സമ്മ്, ആഡ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ എല്ലാം ചെയ്യാൻ വേണ്ടി എനിക്ക് എന്ത് വേണം? എനിക്ക് 2 വാല്യൂ വേണം. ആ 2 വാല്യൂ ഞാൻ യൂസറിൻ്റെ നിന്ന് റീഡ് ചെയ്യുക. അതിനുശേഷം സം എങ്ങനെയാണ്? a പ്ലസ് ബി. ഡിഫറൻസ് എന്താണ്? a മൈനസ് ബി. മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? a ഇൻറ്റു ബി. ഡിവിഷൻ എന്താണ്? a ഡിവൈഡഡ് ബൈ ബി. മോഡുലോ എങ്ങനെയാണ്? a മോഡ് ബി. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓരോ വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാണ്. ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം ഞാൻ ഓരോ വേരിയബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാണ്. സം എന്നും div എന്നും മൾ എന്നും div എന്നും മോഡ് എന്നും ഉള്ള വേരിയബിൾസിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിക്കാത്ത ഒരു കാര്യമാണ് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ഈ ഇത്രയും 3 to 7 വരെയുള്ള ലൈൻസിനെ ഞാൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഫ്ലോ ചാർട്ടിനകത്ത് വരയ്ക്കേണ്ട റെക്റ്റാങ്കിൾ ബോക്സിനകത്താണ്. നമ്മൾ ഇന്നലെ റീഡ് പഠിച്ചു, ഡിസ്പ്ലേ പഠിച്ചു. അതെല്ലാം നമ്മൾ പാരലോഗ്രാമിനകത്താണ് പറയുന്നത്. സ്റ്റാർട്ടും എൻഡും റൗണ്ടഡ് റെക്റ്റാങ്കിളിനകത്താണ് പറയുന്നത്. അതേപോലെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് നമ്മൾ ഏതിനകത്താണ്? സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത് റെക്റ്റാങ്കിൾ ബോക്സിനകത്താണ്. ഓക്കെ, നമുക്കൊന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതേ സീഡോ കോഡ് ഞാൻ എടുക്കുന്നു. ആ സീഡോ കോഡ് കോപ്പി ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഞാൻ എങ്ങനെ എഴുതും? ഓയിറ്റ് മെയിൻ, ഓപ്പണിംഗ് ബ്രേസസ്, ക്ലോസിംഗ് ബ്രേസസ് ചെയ്യും. നൗ റീഡ് എ ആൻഡ് ബി. അപ്പോൾ എയും ബിയും റീഡ് ചെയ്യണം. സോ ഞാൻ ഇൻറ്റിജർ വാല്യൂ ആണ് എടുക്കുന്നത്, ഇൻറ്റ് എ കോമ ബി. നൗ എനിക്ക് 2 നമ്പർ റീഡ് ചെയ്യണം. സോ printf enter the value of a and b. a and b ഞാൻ റീഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. scanf %d. കാരണം ഞാൻ 2% d എടുക്കാൻ കാരണം എന്താണ്? 2 വാല്യൂസ് എനിക്ക് റീഡ് ചെയ്യണം. ഏതൊക്കെയാണ് വാല്യൂസ്?
ആംബ്രസൻറ്റ് എ, ആംബ്രസൻറ്റ് ബി. അപ്പോൾ ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന വാല്യൂ ഞാൻ എങ്ങോട്ടേക്ക് കൊടുക്കും? എക്കകത്തോട്ട് കൊടുക്കും. സെക്കൻഡ് എൻട്രി ചെയ്യുന്ന വാല്യൂ ഞാൻ ബിക്കകത്തോട്ട് കൊടുക്കും. അപ്പോൾ 2 നമ്പർ വാങ്ങിച്ചു. ഇനി എന്താണ് സം? സം എന്ന് പറയുന്നത് ഈക്വൽ ടു എ പ്ലസ് ബി. എ പ്ലസ് ബി. അപ്പോൾ സമ്മ് ഡിക്ലെയർ ചെയ്തിട്ടല്ലേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? യെസ്. ഡിഫ് എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി. എ മൈനസ് ബി. സോ ഡിഫ് എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്യണം. അടുത്തത് എന്താണ്? അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മള്ളാണ്. മൾ ഈക്വൽ ടു എ സ്റ്റാർ ബി. ഡിവ് എന്താണ്? ഡിവ് എന്ന് പറയുന്നത് എ സ്ലാഷ് ബി. ഫ്ലോട്ട് മോഡ് എന്ന് പറയുന്നത് എന്താണ്? മോഡ് ഈക്വൽ ടു എ മോഡ് ബി. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ എടുക്കുകയാണ്. സം ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി സ്ലാഷ്. നെക്സ്റ്റ് ഡിഫറൻസ് അടുത്ത ലൈനിലാണ് വേണ്ടത്. എന്താണ്? സം ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഒന്ന് ഡിക്ലെയർ ചെയ്യാണ്. ഡിവ്, മള്ള്, മോഡ്. ദെൻ ഞാൻ സെയിം കട്ട് ആൻഡ് പേസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാം ഒരുപോലെയാണ്. ഡിവ് എന്ന് പറയുന്നത് ഡിഫറൻസ്, മള്ളെന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ, ആൻഡ് വാട്ട് അബൌട്ട് ഡിവിഷൻ? div. ഇനി ഒരെണ്ണം കൂടെ വേണം. അതെന്താണ്? മോഡ്. സോ മോഡ് വാല്യൂ. അപ്പൊ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ ഫയലിന്റെ പേരെന്ന് പറയുന്നത് അരിത്തമെറ്റിക് എന്നാണ്. arithmetic.c. അപ്പോൾ കുറച്ച് എററൊക്കെ പറയുന്നുണ്ട്. ആ എററൊക്കെ നമുക്കൊന്ന് മാറ്റാം. നമ്മൾ സീറോ കോഡ് മാറ്റിയില്ലായിരുന്നു. നമുക്കറിയാം സ്കാൻഎഫും പ്രിന്റ്എഫും ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഹാഷ് ഇൻക്ലൂഡ് stdio.h വേണം. അതും കൂടെ ഞാൻ എഴുതുക. ഓക്കെ. നൗ ഐ എം ഗോയിങ് ടു റൺ. എറർ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16ഉം 3ഉം തന്നെ കൊടുക്കാം. അപ്പോൾ 16ഉം 3. നിങ്ങൾക്ക് എൻ്റർ ചെയ്യുമ്പോൾ, വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ 16 എൻ്റർ കൊടുക്കാം, അല്ലെങ്കിൽ 16 സ്പേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 2 നമ്പർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. 16 സ്പേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 16 എൻ്റർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപോലെയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ എന്താണ് 16 സ്പേസ് 3 എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. അപ്പം നോക്കിയേ, 16 പ്ലസ് 3 എന്ന് പറയുന്നത് 19, 16 മൈനസ് 3 എന്ന് പറയുന്നത് 13, 16 ഇൻറ്റു 3 എന്ന് പറയുന്നത് 48. ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5a കിട്ടിയോളും. ഇവിടെ മോഡ് എന്ന് പറയുന്നത് 1 കിട്ടി. അപ്പോൾ നമുക്ക് ഒരു ഫ്ലോട്ട് വാല്യൂ ആണ് എനിക്ക് വേണ്ടതെങ്കിൽ, ഡിവ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആയിരിക്കണം? ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡിവിഷൻ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആയിരിക്കണം. ഞാൻ അത് മാറ്റി. എന്നിട്ട് a ഡിവൈഡഡ് ബൈ b. ഇപ്പം നമ്മൾ നേരത്തെ 16.0 എന്ന് പറഞ്ഞപ്പോൾ a.0 എന്നൊന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതെന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. അതിനെ ഫ്ലോട്ടിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. ടൈപ്പ് കാസ്റ്റ് എന്ന് പറയുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ഒരു ടൈപ്പിൽ നിന്നും വേറൊരു ടൈപ്പിലേക്ക് മാറ്റുന്നതിനെയാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. എനിക്ക് എങ്ങോട്ടാണ് മാറ്റേണ്ടത്? ഫ്ലോട്ടിലേക്ക്. സോ ഫ്ലോട്ട് എന്ന് പറഞ്ഞ് എഴുതുക. അതിനെ ഒന്ന് ബ്രാക്കറ്റിലേക്ക് ആക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ആരെയാണ് ഞാൻ കൺവേർട്ട് ചെയ്തത്? ഞാൻ ന്യൂമറേറ്ററിനെയാണ് കൺവേർട്ട് ചെയ്തത്. ദാറ്റ് ഈസ് എനെ ഞാൻ കൺവേർട്ട് ചെയ്ത് ഫ്ലോട്ട് ആക്കി മാറ്റി. അപ്പോൾ എയുടെ വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ .000 അപ്പൻഡ് ചെയ്യും. നമുക്കൊന്ന് ഇവിടെ ഡിവിഷൻ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് എഫും കൂടെ ആക്കണം. അപ്പം നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. ഞാൻ 16 ഡിവൈഡഡ് ബൈ 3 തന്നെയാണ് ഞാൻ വീണ്ടും 16 സ്പേസ് 3 തന്നെയാണ് വീണ്ടും കൊടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്ത് ചെയ്യാം. 16 എൻ്റർ, 3 എൻ്റർ. നോക്കിയേ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 5.3333 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നുണ്ട്. നൗ എനിക്ക് ഇതിൻ്റെ അകത്ത് പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി. 5.33 മാത്രം മതി. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിന്റ് എഫിനകത്ത് ഒരു ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. പെർസെൻറ്റേജ് എഫ് എഴുതുന്നതിൻ്റെ ഇടയ്ക്ക്, പെർസെൻറ്റേജിനും എഫിനും ഇടയ്ക്ക്
0.2 എന്നിട്ടാൽ മതി. 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 വാല്യൂസ് മതി എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, 0.2 എന്നിട്ടിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും ഡിഫറൻസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. (16) കണ്ടോ, 5.33 എന്നേ വന്നോളൂ. അപ്പോൾ 2 എണ്ണം മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 15.%.2f എന്ന് പറഞ്ഞ് പ്രിന്റ്എഫിനകത്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് അരിത്തമെറ്റിക് ഓപ്പറേഷന്റെ പ്രോബ്ലം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി എല്ലാം ഉള്ളത്. കുറച്ച് പ്രോബ്ലംസ് നമുക്കൊന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വാപ്പ് 2 നമ്പേഴ്സ്. 2 നമ്പർ സ്വാപ്പ് ചെയ്യുക. 2 നമ്പർ സ്വാപ്പ് ചെയ്യുക. അപ്പോൾ 2 നമ്പർ സ്വാപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 നമ്പർ റീഡ് ചെയ്യണം. എന്നിട്ട് ഞാൻ മൂന്നാമതൊരു വേരിയബിളിലേക്ക് ആദ്യത്തെ നമ്പർ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഞാനൊന്ന് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. അത് സോ ഞാൻ എയുടെ വാല്യൂ 10 എന്നും ബിയുടെ വാല്യൂ 20 എന്നും പറഞ്ഞെടുത്തു. ഞാൻ എന്നിട്ട് ടെമ്പ് എന്ന് പറയുന്ന ഒരു തേർഡ് വേരിയബിൾ എടുത്തു. എന്നിട്ട് എയുടെ വാല്യൂ അതിനകത്ത് സ്റ്റോർ ചെയ്തു. നൗ ടെമ്പിന്റെ വാല്യൂ എന്താണ്, 10 ആണ്. ടെമ്പിന്റെ വാല്യൂ 10 ആണ്. ഇനി ഞാൻ എയുടെ വാല്യൂയിലേക്ക് ബിയുടെ വാല്യൂ ഉണ്ട്. ബിയുടെ വാല്യൂ എന്താണ്, 20. സോ എ ഈക്വൽ ടു 20 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തു. ദെൻ ബി ഈക്വൽ ടു ടെമ്പ്. ബിയുടെ വാല്യൂ ടെമ്പ് എന്ന് പറഞ്ഞു. ടെമ്പിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്, 10. സോ എയുടെ വാല്യൂ ഇപ്പോൾ എന്തായി, 20 ആയി. ബിയുടെ വാല്യൂ എന്തായി, 10 ആയി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ എഴുതുകയാണ്. എയുടെ വാല്യൂ 20 ആൻഡ് ബിയുടെ വാല്യൂ 10. അപ്പോൾ ഇനിഷ്യലി എയുടെ വാല്യൂ എന്തായിരുന്നു, 10, ബിയുടെ വാല്യൂ 20. ഈ ഒരു 3 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, എയുടെ വാല്യൂ 20, ബിയുടെ വാല്യൂ 10 ആയി. ദിസ് ഈസ് സ്വാപ്പിംഗ്. 2 നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തു. 2 വേരിയബിൾസിന്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തു. അതിന്റെ ഫ്ലോ ചാർട്ടാണ് കാണുന്നത്. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ പാരലോഗ്രാം യൂസ് ചെയ്യുക. ടെമ്പ് 3, 4, 5 സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ റെക്ടാങ്കിളിനകത്ത് വരയ്ക്കുക. പ്രിന്റ് എന്ന് പറയുന്നത് പാരലോഗ്രാമിനകത്താണ് ചെയ്യേണ്ടത്. ആൻഡ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് റൗണ്ടഡ് റെക്ടാങ്കിൾ. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് എഴുതുകയാണ്. സ്റ്റാർട്ടും സ്റ്റോപ്പും എങ്ങനെ എഴുതും, ഓയിറ്റ് മെയിൻ ക്ലോസിംഗ് ബ്രേസസ്. അപ്പോൾ സ്റ്റാർട്ട് ആയി. ഇതിനെ ഞാൻ സ്വാപ്പ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. സ്വാപ്പ് ഡോട്ട് സി. എനിക്ക് എത്ര നമ്പർ വേണം, എയും ബിയും വേണം. എന്നിട്ട് 2 നമ്പർ ഞാൻ റീഡ് ചെയ്യാണ്. പ്രിന്റ് എഫ് എൻ്റർ ദി വാല്യൂ ഓഫ് എ ആൻഡ് ബി. സ്കാൻഎഫ് %d ആംപർസൻഡ് എ ആംപർസൻഡ് ബി. 2 നമ്പർ റീഡ് ചെയ്തു. നൗ ടെമ്പ് ഈക്വൽ ടു എ. അപ്പോൾ ഞാൻ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു. ടെമ്പ് ഈക്വൽ ടു എ. ഇനി എ ഈക്വൽ ടു എന്ത് ചെയ്തു, ബിയിലേക്ക് അസൈൻ ചെയ്തു. ബി ഈക്വൽ ടു എയിലേക്ക് അസൈൻ ചെയ്തു. എന്നിട്ട് ഇപ്പോഴത്തെ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യാണ്. എ ഈക്വൽ ടു %d /t കൊടുക്കുകയാണ്. /t എന്ന് പറയുന്നത് എന്താണ്, ഒരു ടാബ് ഇടും. ബി ഈക്വൽ ടു %d കോമ എ കോമ ബി. അപ്പോൾ സ്വാപ്പിങ്ങിന് മുമ്പേയും വേണമെങ്കിൽ എനിക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വാങ്ങിച്ച ഡേറ്റ ഞാൻ അതേപടി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ / കൂടെ ഇട്ടു. ഓക്കെ, എന്നിട്ട് ഞാൻ ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h യൂസ് ചെയ്യണം. രണ്ട് നമ്പറുമായി മേടിക്കുകയാണ്. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ 10 ഉം 20 തന്നെ നോക്കാം. 10 സ്പേസ് 20. അപ്പോൾ സോറി, അരിത്തമെറ്റിക് ആണ് ഞാൻ ചെയ്തത്, റൺ ചെയ്തത്. നമ്മുടെ ഫംഗ്ഷന്റെ ഇതിന്റെ പേര് സ്വാപ്പ് ഡോട്ട് സി ആണ്, a.exe. അപ്പോൾ ഞാൻ 10 സ്പേസ് 20 എന്ന് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഇനിഷ്യലി എയുടെ വാല്യൂ എന്തായിരുന്നു, 10, ബിയുടെ വാല്യൂ 20 ആയിരുന്നു. സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എയുടെ വാല്യൂ 20, ബിയുടെ വാല്യൂ 20. സോറി, ഇവിടെ നമുക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇവിടെ എ അല്ല ടെമ്പാണ്.
നമ്മുടെ അൽഗോരിതത്തിനകത്ത് ടെമ്പ് എന്നാണ് എഴുതിയിരുന്നത്. ഓക്കെ, നമുക്കൊന്ന് റീറൺ ചെയ്ത് നോക്കാം. a.exe 10,20. അപ്പോൾ സ്വാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ടെമ്പററി വേരിയബിൾസ് യൂസ് ചെയ്ത് ഞാൻ സ്വാപ്പിംഗ് എങ്ങനെ ചെയ്യുന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെമ്പററി വേരിയബിൾസ് യൂസ് ചെയ്യാതെ എനിക്ക് സ്വാപ്പിംഗ് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ടെമ്പററി വേരിയബിൾസ് ഇല്ലാതെ ഞാൻ സ്വാപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ 2 നമ്പർ മേടിച്ചു, ഞാൻ 10ഉം 20 പറഞ്ഞ് മേടിച്ചു. അൽഗോരിതം പറയുന്നത് എന്താണ്? a = a+b ആയിട്ട് അസൈൻ ചെയ്യുക. അപ്പോൾ എയുടെ വാല്യൂ എന്തായിട്ട് മാറും? 10 + 20 ആയിട്ട് മാറും. 10 + 20 എന്ന് പറയുന്നത് എന്താണ്? 30. സോ വാല്യൂ ഓഫ് എ ഇപ്പോൾ എന്താണ്? വാല്യൂ ഓഫ് a = 30 ആണ്. നൗ ബിയുടെ വാല്യൂ എന്തായിട്ട് സെറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? a - b ആയിട്ട് സെറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ എയുടെ വാല്യൂ എന്താണ്? 30. 30 മൈനസ് ബിയുടെ വാല്യൂ 20 വിച്ച് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ബിയുടെ വാല്യൂ ഇപ്പോൾ എന്താണ്? ബിയുടെ വാല്യൂ ഇപ്പോൾ 10 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. എ എന്ന് പറയുന്നത് എന്തായിട്ടാണ് വീണ്ടും അസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? a - b. അപ്പോൾ ഇപ്പോൾ എയുടെ വാല്യൂ എന്താണ്? 30 ആണ്. ബിയുടെ വാല്യൂ എന്താണ്? 10 വിച്ച് ഈസ് ഈക്വൽ ടു 20. സോ എയുടെ വാല്യൂ എന്തായിട്ട് അസൈൻ ചെയ്തു? 20 ആയിട്ട് അസൈൻ ചെയ്തു. അപ്പോൾ എയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? 20. ബിയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? 10. സോ ഇനിഷ്യലി എന്തായിരുന്നു? a = 10ഉം b = 20. ഇപ്പോൾ എന്തായി? 20ഉം 10ഉം ആയി. സോ സ്വാപ്പിംഗ് നടന്നല്ലോ. യെസ്. സോ ദിസ് ഈസ് ദ അൽഗോരിതം ടു സ്വാപ്പ് 2 numbers. a = a+b, b = a - b, a = a - b. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? സ്വാപ്പിംഗ് നടക്കും. അപ്പോൾ നമുക്കതൊന്ന് അൽഗോരിതം ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പാരലോഗ്രാമിനകത്ത് റീഡ് എഴുതുക, പ്രിന്റ് എഴുതുക, ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം റെക്ടാങ്കിൾ ബോക്സിനകത്ത് എഴുതുക. നൗ വി ആർ ഗോയിങ് ടു റൈറ്റ് ദി പ്രോഗ്രാം. സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും എന്ത് എഴുതുക? void main ക്ലോസിംഗ് ബ്രേസസ് ഓപ്പണിംഗ് ബ്രേസസ് ക്ലോസിംഗ് ബ്രേസസ്. 2 നമ്പർ റീഡ് ചെയ്യുക. ഞാൻ ഇൻറ്റിജർ നമ്പർ ആയിട്ട് 2 നമ്പറിനെ റീഡ് ചെയ്യുന്നു. printf enter the value of a and b. a and b യുടെ വാല്യൂ വാങ്ങിക്കുക. scanf %d %d 2 വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. &a സ്കാൻ ചെയ്യാനുള്ളതാണ്. 2 നമ്പർ മേടിച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വിത്തൗട്ട് എ ടെമ്പററി വേരിയബിൾ. ടെമ്പററി വേരിയബിൾ ഇല്ലാതെ നമുക്ക് ചെയ്യണം. സോ a = a+b, b = a - b, and a = a - b എന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റിസൾട്ട് കിട്ടും. a = %d/t, b = %d/a, b. ആദ്യത്തെ %d എന്ന് പറയുന്നത് a വാല്യൂ പ്രിന്റ് ചെയ്യും. രണ്ടാമത്തെ %d എന്ന് പറയുന്നത് b വാല്യൂ പ്രിന്റ് ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. gcc swap.c. ഇവിടെ നമ്മൾ സീഡോ കോഡ് മാറ്റാൻ മറന്നുപോയി. #include stdio.h വേണം. a.exe. ഇപ്പോൾ 2 നമ്പർ ചോദിച്ചിരിക്കുകയാണ്, എയും ബിയും. സോ 10,20 എന്ന് ഞാൻ എഴുതുന്നു. സോ സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോൾ എയുടെ വാല്യൂ 20, ബിയുടെ വാല്യൂ 10 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു, ഫ്ലോട്ട് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു, ഫ്ലോട്ടിനകത്ത് ലിമിറ്റഡ് ഡെസിമൽസ് എങ്ങനെ ആക്കാമെന്നുള്ള കാര്യം പഠിച്ചു, സ്വാപ്പിംഗ് ടെമ്പററി വേരിയബിൾസ് ഇല്ലാതെയും ടെമ്പററി വേരിയബിൾസ് ഉണ്ടായിട്ടും എങ്ങനെ സ്വാപ്പ് ചെയ്യാമെന്നുള്ള കാര്യം പഠിച്ചു. ഇനി നമുക്ക് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ടത് ഏരിയ ഓഫ് റെക്റ്റാങ്കിളും അല്ലെങ്കിൽ ഏരിയ ഓഫ് സർക്കിളും റെക്റ്റാങ്കിളും ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. അതേപോലെ സിമ്പിൾ ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രോഗ്രാമും ഒന്ന് തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം
സെക്സ് നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷെ അതിന് മുമ്പേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.